ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടിട്ട് ഒരു സൂപ്പർ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ദേ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ദേ ജാറിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ തൈര്, അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇട്ട് കൊടുക്കേണ്ടത്. കട്ടി തൈരാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ 2 സ്പൂൺ അധികം ഒഴിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ നോക്കി ഇതുപോലെ ചോറും തൈരും കുറച്ച് വെള്ളം കൂടെ നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതാ ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഏറ്റവും കനം കുറച്ച് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്താണെങ്കിലും മതി. ഞാനിപ്പോ ഇതേ കുറച്ച് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വീട്ടില് ഇഞ്ചിയൊക്കെ ഇതുപോലെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർക്കുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്താണെങ്കിലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അപ്പൊ നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നമ്മൾ കുഴച്ച് വരുമ്പോഴേ നമുക്ക് അതിന്റെ പാകം അറിയാൻ പറ്റുള്ളൂ. ഞാനപ്പോ ചെറിയൊരു കപ്പില് ഇത്ര അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. അപ്പൊ ആദ്യമേ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയില്ല, സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇങ്ങനെ കൂടെ ഞെരടിയെടുക്കുക. അപ്പൊ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടണം. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം പൊടി നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ടൈറ്റും ആവരുത്, എന്നാൽ അധികം ലൂസും ആവരുത്. ആ ഒരു പാകത്തിന് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു പാകത്തിന് നമ്മള് എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണേ, ഇല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഉപ്പിന്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് വരും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ മാവ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, ഓയിൽ എടുക്കാം. ഞാനിപ്പോ ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കി വന്ന ഈ ചോറ് വെച്ചിട്ട് വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ വടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളം കൈയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മതി, വെള്ളം വേണ്ട. കാരണം വെള്ളം നമ്മൾ നമ്മുടെ കയ്യിലങ്ങ് തൊട്ടിട്ട് നേരെ ഈ എണ്ണയിലേക്ക് ഇടുവാണെങ്കിൽ എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തോട്ടൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് 2 കൈയിലും കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ 2 കൈയിലും എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ബൗളിൽ നിന്ന് കുറച്ചിങ്ങനെ അങ്ങോട്ട് മാവ് എടുക്കാം. ചെറുത് മതി, ഓവറായിട്ട് വലുതാക്കേണ്ട കേട്ടോ. ഈ മാവ് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ എണ്ണയിലേക്ക് നമുക്ക് അങ്ങിടണം. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പ് മതി. ഇങ്ങനെ അപ്പം പോലെ ഒന്നും പരത്തി വെക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മാവ് എടുക്കുമ്പോൾ ഇരിക്കുന്ന ആ ഷേപ്പ് തന്നെ മതി. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ട് നേരെ നമുക്കിത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നടുക്കോട്ട് ഇങ്ങനെ അങ്ങ് മാവ് വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളത്തിലൊന്ന് വേണമെങ്കിൽ കൈ ഇങ്ങനെയൊന്ന് മുക്കാം. കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ട് ഹോള് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാ വടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഓവറായിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഉള്ളു മൊരിയത്തില്ല. വെറുതെ ആ പുറം മാത്രം നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. എല്ലാ വടയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ സൈസിലാണ് കേട്ടോ എല്ലാം ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്ക് ഈ സമയത്ത് പെട്ടെന്നൊരു ചട്നി തയ്യാറാക്കാം. കാര്യം വട എണ്ണയിലേക്ക് മുക്കി നമുക്ക് കഴിക്കണം അല്ലെ. സോസ് ഒക്കെ വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമുക്കൊരു ചട്നി, ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കാം. അപ്പൊ ഞാനൊരു ജാറില് 1 പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, കുറച്ച് മതി, 1 പിടി മാത്രം മതി.
ഇനി അതിലേക്ക് 3 ചെറിയ പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 മതി. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. ചട്നി നമുക്ക് ഇതുപോലെ ഒന്ന് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അധികം അങ്ങോട്ട് വെള്ളം ചേർക്കരുത്. ഇനി ഇത് താളിക്കണമെന്നില്ല കേട്ടോ. ചിലവരെ കടുകും അതുപോലെ വറ്റൽമുളക്, വേപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാറുണ്ട്. അപ്പൊ ഞാനിതുപോലെ പച്ച തേങ്ങയുടെ ടേസ്റ്റിലാണ് വീട്ടില് ചമ്മന്തി ചെയ്തെടുക്കുന്നത്. അപ്പൊ ദേ വട കറക്റ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ വട കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഒച്ചയാണല്ലേ, അത്രയും ക്രിസ്പിയാണ് വട. അപ്പൊ നമ്മള് എണ്ണയിൽ നിന്ന് എല്ലാ വടയും ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂടുവട റെഡി ആയിട്ടുണ്ട്. വൈകിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചോറ് എല്ലാവരുടെയും വീട്ടിലെ ബാക്കിയുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി, കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, അത്ര തന്നെ മതി. കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ആ ഒരു സൗണ്ട് കേട്ടോ, അത്രയും നല്ല ക്രിസ്പിയാണ് നമ്മുടെ വട. ചട്നിയും കൂട്ടി മുക്കി കഴിക്കാം. അപ്പൊ എല്ലാവരും എപ്പോഴും എണ്ണയൊക്കെ താളിച്ച ചട്നിയല്ലേ, ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ആ പച്ച തേങ്ങയുടെ നല്ല ഒരു ടേസ്റ്റ് ആണ്. ഇപ്പൊ ചട്നി മുക്കി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാറിൽ മുക്കി വേണമെങ്കിലും നമുക്ക് ഈ വട കഴിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് സോസ് ആണെങ്കിലും മതി, നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അത് മാത്രമല്ല, ഇതിനെ കൂടെ ഇത് കഴിയുമ്പോ ഉണ്ടല്ലോ ഒരു ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. ഒരു കാര്യം മറന്നുപോയി, വടയുടെ ആ ഒരു സൗണ്ട് കേൾപ്പിക്കാൻ മറന്നുപോയി കേട്ടോ. ഇങ്ങനത്തെ സൗണ്ടാണ് നമ്മുടെ വടക്ക്. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.